പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തു. അഞ്ജന മധു, അലീന ദിലീപ്, AT അക്ഷിത എന്നിവരെയാണ് 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമവും ചേർത്ത് അന്വേഷണ ചുമതല പത്തനംതിട്ട DYSP നന്ദകുമാറിന് കൈമാറി. പ്രതികളുടെ പോലീസ് കസ്റ്റഡി കാലാവധി ഇന്നാണ് അവസാനിച്ചത്. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി കാലാവധി അവസാനിച്ച ഇന്ന് 3 പ്രതികളെയും പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ജാമ്യം ലഭിച്ചാൽ പ്രതികൾ അന്വേഷണം അട്ടിമറിക്കുമെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 3 പേരുടെയും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വകുപ്പുകളും പോലീസ് വിപുലപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനു പുറമെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന വകുപ്പുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇക്കാര്യം അറിയിച്ച് പോലീസ് കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെ ഇനി കേസ് പത്തനംതിട്ട DYSP നന്ദകുമാർ അന്വേഷിക്കും. നിലവിൽ അന്വേഷണ ചുമതലയുള്ള SHO ഫയലുകൾ DYSPക്ക് കൈമാറി. കൂടുതൽ ആളുകളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. ജനം, പത്തനംതിട്ട.